ആലപ്പുഴ വള്ളിക്കുന്നത്ത് 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. നിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പേ വിഷബാധ ഏറ്റ തെരുവ് നായയാണ് ഇത്തരത്തിൽ കടിച്ചിട്ടുള്ളത് എന്നുള്ള ചില ആക്ഷേപങ്ങളും കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇവർക്ക് കൃത്യമായ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തെരുവ് നായയ്ക്ക് പേ വിഷബാധ ഉള്ളതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, തെരുവുനായയുടെ ആക്രമണം ഇന്ന് രാവിലെയാണ് ഈ വള്ളികുന്നം ഭാഗത്തുണ്ടായത്. ഈ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. 4 പേർക്കും ഗുരുതരമായ പരിക്കുകളാണ്. എല്ലാം പ്രായമുള്ള ആളുകളാണ്. 70 വയസ്സും 55 വയസ്സും 50 വയസ്സും ഒക്കെ ഉള്ള ആളുകൾക്കാണ് കടിയേറ്റത്. പടയണിവട്ടം പുതുപ്പുരയ്ക്കൽ ഗംഗാധരൻ 50 വയസ്സുണ്ട്. ഒപ്പം ഇയാളുടെ സഹോദരൻ രാമചന്ദ്രൻ 55 വയസ്സ് ഉള്ള ആളാണ്. ഇവർക്ക് 2 പേർക്കും കടിയേറ്റു. കൂടാതെ പള്ളിമുക്ക് പടിയിച്ചതിൽ മറിയാമ്മ രാജൻ 70 വയസ്സുള്ള സ്ത്രീയാണ്. ഇവർക്കും കടിയേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഗംഗാധരൻ, മറിയാമ്മ രാജൻ എന്നിവരുടെ മൂക്കും മുഖവും ഒക്കെ തെരുവുനായ കടിച്ചു മുറിച്ച നിലയിലാണ്. രാമചന്ദ്രന്റെ കാലിനാണ് കടിയേറ്റത്. നായയുടെ കടിയേറ്റ് ഗംഗാധരൻ കരഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോൾ രക്ഷിക്കാനെത്തിയതാണ് സഹോദരൻ രാമചന്ദ്രൻ. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. സ്ത്രീയെ അടക്കമുള്ള ആളുകളെ തെരുവുനായ വലിച്ചിഴിച്ച് ആക്രമിക്കുന്ന മുഖത്താണ് കൂടുതലും ഇവർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ചിലർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. മുഖമൊക്കെ കടിച്ചു പറിച്ച നിലയിലാണ് ഉള്ളത്. ഹരികുമാറിന്റെ വയറിലാണ് നായ കടിച്ചത്. ഗംഗാധരനും രാമചന്ദ്രനും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മറിയാമ്മയെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഹരികുമാർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മേഖലയിലെ നിരവധി വളർത്തുമൃഗങ്ങളെയും മറ്റ് നായകളെയും ഒക്കെ ഈ തെരുവുനായ കടിച്ചതായി സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരുവുനായ പേ ബാധിച്ച നായയാണ് എന്നുള്ള ഒരു ആശങ്കയിലാണ് നാട്ടുകാർ. ദേവിക. ശരി.